നമ്മളിന്ന് പോകുന്നത് കൊടൈക്കനാലിലുള്ള പാമ്പാർ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് പാമ്പാർ വെള്ളച്ചാട്ടം. കൊടൈക്കനാലിൻ്റെ ഗ്രാമീണത നമ്മൾ കണ്ട് ആസ്വദിച്ചാണ് പോകുന്നത്. മനോഹരമായ ചില ഗ്രാമങ്ങളിലൂടെ കടന്നു വേണം നമ്മൾ ഈ സ്ഥലത്തെത്താൻ. ഈ സ്ഥലത്തിന് വട്ടക്കനാൽ എന്നും പേരുണ്ട്. പണ്ടൊരു സോപ്പിൻ്റെ പരസ്യം ഈ വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇതിന് ലിറിൽ വെള്ളച്ചാട്ടം എന്നും പേരുണ്ട്. വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമുക്കിന്ന് ഒരുമിച്ച് പോകാം. അതുപോലെ തന്നെ കൊടൈക്കനാലിൻ്റെ ഗ്രാമഭംഗിയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ വീടുകളും കെട്ടിടങ്ങളും പല നിറത്തിൽ ഇങ്ങനെ ഗ്രീനറിയിൽ നിൽക്കുമ്പോൾ വളരെ ഭംഗിയുണ്ട് കാണാൻ. ഈ സ്ഥലത്തെത്തിയതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാൻ. ഇവിടെ ഡോൾഫിൻ ഹൗസും ഈ റൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ പാമ്പാർ ഫാൾസ്, ഗ്രീൻ വാലി, അങ്ങനെ 3-4 ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ഈ വഴി തന്നെയാണ് പോകുന്നത്. ഒരു ചെറിയ കോൺക്രീറ്റ് വഴിയാണ് പോകുന്നത്. ഈ സ്ഥലം കാണുമ്പോൾ നമുക്ക് ഒരു വിദേശ സെറ്റപ്പൊക്കെ തോന്നുന്നുണ്ട്. കാരണം നല്ല തണുപ്പുള്ള രാജ്യങ്ങളിൽ സസ്യങ്ങൾ, അതായത് മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ഏരിയയിൽ. അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ആ ഒരു രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ താഴെ കാണുന്ന കൃഷിഭൂമികളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവിടെ ഓറഞ്ചിൻ്റെ മരങ്ങളാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇത്തിരി ദൂരെയാണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഓറഞ്ചിൻ്റെ കൃഷികളുണ്ടെന്നാണ് കേട്ടത്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കൊടൈക്കനാലിൻ്റെ നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ സ്ഥലം. വളരെ മനോഹരമായി ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ താഴെയുടെ ഒഴുകുന്ന ഒരു ചാലുണ്ട്, അത് വെള്ളം ഒഴുകുന്നതാണ്. ആ വെള്ളമാണ് പാമ്പാർ വാട്ടർഫാളായിട്ട് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് വഴിയിലൂടെ അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ പോവുകയാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചാണ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു പാലം കാണാം. ഈ പാലത്തിൻ്റെ റൈറ്റ് തിരിഞ്ഞ് ഒരു 100 മീറ്റർ അങ്ങ് ചെല്ലുമ്പോൾ ഈ പാമ്പാർ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം. യാത്രകൾ ചെയ്യുന്തോറും നമുക്ക് വീണ്ടും യാത്രകൾ ചെയ്യാൻ തോന്നും. കാരണം ഒരു യാത്ര ചെയ്ത് അത് ആസ്വദിച്ച് കഴിയുമ്പോൾ വീണ്ടും അതുപോലുള്ള പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുവാൻ വേണ്ടി വീണ്ടും നമുക്ക് താല്പര്യം തോന്നും. അത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആരും തയ്യാറാവരുത്. വണ്ടി പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലമൊന്നുമില്ല. റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പോട്ട് നടന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പൈൻ മരത്തിൻ്റെ ഇടയിലൂടെ ഇറങ്ങി വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ചെല്ലുവാൻ. ഇവിടെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഇവിടുന്ന് ലഭിക്കും. പിന്നെ വേറൊരു കാര്യം തന്നെ, ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നല്ല തിരക്കാണ്. ഇപ്പോൾ നല്ല മഴയുടെ സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച നമുക്ക് കാണുവാൻ പറ്റും. ഈ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ പൈൻ മരത്തിൻ്റെ വേരുകളാണ്. അതുകൊണ്ട് തന്നെ നനഞ്ഞിരിക്കുന്ന വേരുകളായതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോകാൻ. തട്ടി വീഴാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങിപ്പോകുവാൻ.
നട കെട്ടിയിരിക്കുന്നത് പോലെയുള്ള ഒരു പാറക്കൂട്ടത്തിൻ്റെ മുകളിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകിയെത്തുന്നത്. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുകയും വെള്ളച്ചാട്ടത്തിൽ നേരിട്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയൊക്കെ ചെയ്യാം. ഞാനെൻ്റെ ഷൂ നനയാതിരിക്കാൻ വേണ്ടി അല്പം സർക്കസ് കാണിച്ചാണ് അക്കരെ കടന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ തന്നെ നടന്നു വന്നു. വെള്ളത്തിന് നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ പിന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് തോന്നിയുകൊണ്ട് ഷൂ നനയുന്ന കാര്യമൊന്നും നോക്കിയില്ല, നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങി. നല്ല വഴുവഴുപ്പുള്ള പാറയായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഈ പാറയിലൂടെ നടക്കാൻ. നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട്. വീണാൽ നമ്മുടെ തലയിടിക്കും, വലിയ അപകടങ്ങളുണ്ടാവും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ വളരെ മനോഹരമായ സ്റ്റെപ്പായിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് പോലെയുള്ള പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നു. വളരെ തണുപ്പുള്ള വെള്ളമാണ്. പണ്ട് ലിറിൽ സോപ്പിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു ഈ വെള്ളച്ചാട്ടത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് ലിറിൽ വാട്ടർഫാൾ എന്നും പേരുണ്ടെന്നാണ് കേട്ടത്. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കുകയും അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ആസ്വദിക്കുവാനുള്ള സൗകര്യമുണ്ട്. പ്രത്യേക ഫീസോ പ്രത്യേക സമയക്രമങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ അപകടം വരുത്തി വെക്കാതെ സ്വയം നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചുറ്റും കാണുന്ന പൈൻ മരങ്ങളും അതുപോലെ തന്നെ ഈ സ്റ്റെപ്പായിട്ടുള്ള ഈ പാറയുമാണ്. കാരണം ഇതിൻ്റെ മുകളിലൂടെ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ നല്ല പതിഞ്ഞു മുങ്ങി വെളുത്ത നിറത്തിൽ ഒഴുകി ചാടുമ്പോൾ വളരെ ഒരു പ്രകൃതി സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഈ ചെറിയൊരു കുളം പോലെ ഈ സ്ഥലത്ത് മൊത്തം മണലാണ്, അതുകൊണ്ട് അപകടങ്ങളില്ല. നിരവധി കാഴ്ചക്കാർ ഈ സ്ഥലത്തേക്ക് എത്തുന്ന ഈ പാമ്പാർ വാട്ടർഫാൾസ് കൊടൈക്കനാൽ യാത്രയിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ വെള്ളച്ചാട്ടം ഒരിക്കലെങ്കിലും നിങ്ങൾ കാണേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണും വരെ ഗുഡ് ബൈ.